അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 112. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നംക്കെത്തുള്ള ഹദീസ് ഇന്നലുള്ള മുന്നാണ്ട് അതേ കൊറിയ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. ലൻ യശ്ബഅൽ മുഅ്മിനു മിൻ ഖൈരിൻ ലൻ യശ്ബഅൽ മുഅ്മിനു മിൻ ഖൈരിൻ ഹത്താ യകൂന മുൻതഹാഹു അൽ ജന്ന. അല്ലാഹുലും അവന്റെ റസൂലിലും വിശ്വാസമുള്ളെങ്കിൽ യഥാർത്ഥ മുഅ്മിൻ അവನು സ്വർഗത്തുക്ക് എത്ര കൊടുത്തോള ഖൈറ് എത്ര കൊടുത്തെങ്കും ഖൈറ് എത്ര ആക്കിയെങ്കും അവനക്ക് ബയർന്ന് പറയാലായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഹദീസ്. സത്യവിശ്വാസ ശരിക്കും മനസ്സിൽ ഉണ്ടുണ്ടായെങ്കിൽ എല്ലാ നല്ലതുക്കും അവൻ മുന്നോളുണ്ടായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടൈമുകൾ മാത്ര നല്ലത് ആക്കാണ്ട് എല്ലാ ടൈമിലും നല്ലത് യാറാക്കണമെങ്കിൽ നല്ല മനോഭാവ അവനുക്ക് ഇക്കിട്. ഏതെങ്കിലും ഒരു ടൈമിൽ മാത്രം ഒരു സത്കർമ്മ ആക്കടെ പിന്നെ ആ സത്കർമ്മത്തെ മറന്നുവിടണമെങ്കിൽ ഒരു ദുരവസ്ഥ അവനുക്ക് ബണ്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നരമേ അഫ്ദലുൽ അഅ്മാൽ അമലുകളെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും പിർസമുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായത് ഏതിന് കേട്ടെങ്കിൽ അതുവമുഹ നിത്യ ആക്കണമെങ്കിൽ അമൽ സൽക്കർമായിട്ടിക്കൽ അള്ളാഹു യാറെ ഇഷ്ട. ഇന്നലെ കുറെ നാൻ നിസ്കരിച്ച ഇണ്ടാ നിസ്കാര ഇല്ല നാളെ നിസ്കാര ഇല്ല എങ്കിൽ അത് അള്ളാഹു വലിയ ഇഷ്ടയിക്കില്ല. ഞാൻ ഇന്നലെ ജനറക്കാർ നിസ്കരിച്ചില്ല ഇണ്ടും അതിരെ മുൻവരിക്കില്ല ഇണ്ടും ജനറക്കാർ നിസ്കരിക്കില്ല നാളെ നിസ്കരിക്കുക അങ്ങനെ എപ്പോഴും നിത്യമായിട്ട് ഞാൻ ആ സ്വറ ആക്കിടാണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടക്ക് വെച്ച് മുറിഞ്ഞു പോണു കുത്തിറ ആക്കടെ സത്കർമ്മ നിരന്തരമായിട്ട് അത് ആക്കിക്കൊണ്ട് വേണു എങ്കിൽ അള്ളാഹു ಅದಕ್ಕೆ ಯಾರ ಪ್ರತಿಫಲ ತಂಡ ಮಾತ್ರ ಅಲ್ಲ ಅಲ್ಲಾಹು ಅದು ಯಾರ ಇಷ್ಟ ಅಂತಾണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളേ. അതുകൊണ്ട് ഞങ്ങ ആക്കടെ ഖൈർ സൽക്കർമ്മ അത് വെറും റമദാനിക്ക് മാത്രം സീമിತ ആവുകുത്തീറ. റമദാനില് സദക്ക കൊടുക്കണമെങ്കിൽ ആൾമാറുള്ളാറ് പിന്നെ കൊടുക്കണമെങ്കിൽ തിങ്കള് ഷഹ്റു സ്വതക്ക അത് സ്വതക്കത്തെ തിങ്കളാണ്. റമദാനുകും സ്വതക്കത്തുകും വലിയ ബന്ധമുണ്ട്. റമദാനുകും സക്കാത്തുകും വലിയ ബന്ധമില്ല. സക്കാത്തുകും റമദാനുമായിട്ട് വലിയ ടച്ച് എന്തും ഇല്ല. കാരണം സക്കാത്ത് എപ്പ വർഷ പൂർത്തിയായിട്ട് അപ്പ കൊടുക്കണം. അത് റമദാനെ ആവണുണ്ടില്ല. റജബുൽ ഒരാൾക്ക് സക്കാത്ത് നിർബന്ധത്തിന് വിചാരിക്കാം. അതുപോലെ സക്കാത്ത് വാങ്ങണമെങ്കിൽ അവകാശങ്ങൾ ഉള്ളത് എങ്കിൽ അവൻ റമദാൻ പിന്തിക്കോ തീര പിന്തിക്കരുത് തപ്പായിട്ടിക്കരുത് അവൻ പിന്തിക്കോയെ തീര അവൻ റജബ് തിങ്കളിലെ കൊടുക്കണം. റജബ് തിങ്കളിൽ സക്കാത്ത് നിർബന്ധമായിട്ട് അവകാശങ്ങളെല്ലാം ഉള്ളവരെല്ലാം ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ തിങ്കളിൽ അവൻ കൊടുക്കണം. ഇനി റമദാനിൽ കൊടുക്കാൻ ചൊന്നിട്ട് പിന്തിക്കരുത് തപ്പായിട്ടിക്കരുത്. അതേസമയത്ത് സ്വതക്ക അങ്ങനല്ല. സ്വതക്ക റമദാനിൽ ചെമ്മ കൊടുക്കണം. ആ റമദാനിൽ മാത്രം സ്വതക്കത്തെ സീമിത്താക്കണമെങ്കിൽ ആൾമാരിക്കൽ ഈ റമദാനിൽ കൊടുത്തെങ്കിൽ പണ്ട് റമദാന്റെ അതിലിടക്ക് എങ്ങനത്തെ പാവത്തവണ് പോയെങ്കിൽ 5 പൈസ കൊടുക്കല അങ്ങനെ ആവുക തീറ. സ്വതക്ക അത് നിരന്തരമായിട്ട് ഞങ്ങൾ കൊടുത്തോണ്ട് വേണു. ഒരിക്കലും പിന്നെ ഒരു സ്വത്രയും സ്വതക്ക കൊറടിയാക്കിയിട്ടില്ലാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. സ്വതക്ക കൊടുത്തത് കൊണ്ട് ഒരാളെ സ്വത്തും കൊറടിയാവില്ല. ബഡ്ഡി കൊടുത്തെങ്കിൽ ബഡ്ഡി എടുത്തെങ്കാണ് സ്വത്ത് കൊറടിയാവില്ല. അതുകൊണ്ട് സ്വതക്കാൻ ചൊല്ല സൽക്കർമ്മ റമദാനിൽ ഞങ്ങൾ ആക്കിക്കൊണ്ടിരുന്ന റമദാൻ അല്ലാത്ത കാലത്തിലും ആ സ്വതക്ക ചൊല്ല സൽക്കർമ്മത്തെ മുൻവരിക്കണം. റമദാനിൽ സീമിതമാകുത്തീറ. അതുപോലെ റമദാനിൽ ഞങ്ങൾ നാവിടെ ഭാര്യ ജാഗ്രത ആക്കിയിരുന്ന തീരത്തര ഗീബത്ത് ചൊല്ലാണ്ടിക്കോ ശ്രദ്ധിച്ചിട്ടിന്ന അത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ അത് മുൻവരിയണം. ഹറാമുടെ തൊട്ട് കണ്ണിടെ കാത്തിട്ടിന്ന അത് റമദാൻ അല്ലാത്ത കാലത്തിലും അത് മുൻവരിയണം. റമദാൻ അല്ലാത്ത കാലത്തിലും എന്താക്കുക തീറ ഹറാം ഒരിക്കലും നോക്കുകയെത്തീറ. അതുപോലെ കാതില് മ്യൂസിക്ക അതുപോലെ ബാക്കി സംഗീത റമദാനിൽ കേട്ടോണ്ടില്ലാത്തതായെങ്കിൽ റമദാൻ അല്ലാത്ത കാലത്തും അത് കേൾക്കുക തീറ. തപ്പ് എപ്പോഴും തപ്പായിട്ടിരിക്കും. ദിക്ർ തസ്ബീഹ് സ്വലാത്തല്ല റമദാനിൽ യാറെ ഞങ്ങൾ ചെന്നോണ്ടിന്ന റമദാൻ അല്ലാത്തപ്പോഴും അത് മുൻവരിക്കണം. ഖുർആൻ ചൊല്ലു വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ് നിങ്ങൾ ഏത് ഖൈറാക്കിയെങ്കിലും അല്ലാഹു അത് കൊന്താവടോ അവന് പ്രതിഫല തണ്ട. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഒരു ചെറിയ അണുവിടെ കതിർ ഖൈർ ഒരാളാക്കിയിട്ടുണ്ടായെങ്കിൽ അള്ളാഹു അവനുക്ക് അതിലെ പ്രതിഫല കൊടുക്കുക. ഒമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ മോശമായത് ചെറിയതാക്കിയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ಅದಕ್ಕೆ ശിക്ഷ തണ്ടാൻ ചൊന്നിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നോണ്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആക്കിയ സൽക്കർമ്മ എല്ലാം റമദാനിൽ ആക്കിയത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുൻവരിക്കോ ശ്രമിക്കണം. കാരണം പണ്ട് റമദാൻ ഞങ്ങൾക്ക് കിട്ടുകൊണ്ട് ചൊല്ലകൂ സാധ്യമേ ഇല്ല. ഇനി അടുത്ത റമദാൻ ഒരു റമദാൻ തീന്തല്ലേ ഇനി നാ പണ്ടത്തെ പോലത്തെ അതേ ബതുക്കു തിരിച്ചു പോണ്ടേ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ പണ്ട് അപ്പൊ
ನಾನೆಲ್ಲ വീണ്ടെടുക്കಡೆ ശരിയാക്കಡೆ ಅಂತ ಚೊಲ್ಲಗು ಧೈರ್ಯ ಲೋಕത്ത് ಆರ್ಗೂ ಇಲ್ಲ. പണ്ട റമദാൻ തോള നന്റെ ആയുസ് അള്ളാഹു നീട്ടി തരുവാൻ ചൊല്ലವು സാധ്യ ಇಲ್ಲ. റമദാൻ പോയിട്ട് ನಾನು ഈ സെക്കൻഡ് അടുത്ത സെക്കൻഡിൽ ഇക്കുവേൻ ചൊല്ലെനിക്കെത്ത ധൈര്യമേ ഞങ്ങൾക്കില്ല. കഴിഞ്ഞ റമദാനിൽ എത്ര ആൾമാർ ഞങ്ങളൊട്ടിಗೆ ഉన్నారు. ഈ റമദാൻ തുടക്കത്തും അങ്ങ് ഇന്നാറ്. പക്ഷെ റമദാൻ തീരുമ്പോ എത്ര ആൾമാർ ആക്സിഡന്റിലും അല്ലാണ്ടും പെട്ടിട്ട് മരിച്ചു പോയിടാറ്. അതുകൊണ്ട് റമദാൻ തീർന്നിട്ട് പെരുന്നാളാക്കുക വരെ അങ്ങ് കിട്ടിയിട്ടില്ല. ദുനിയാവിൽ അങ്ങ് ആയിസില്ല ಅಂತ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ಬೇಗ തിരിച്ച് വിളിച്ചില്ല. അപ്പോ ബണ്ട റമദാൻ ഞങ്ങൾ ഇക്കോമാൻ ചൊല്ലെങ്കി തീര ലോകത്ത് ഒരാൾക്കും ചൊല്ലವು സാധ്യ ಇಲ್ಲ. അതുകൊണ്ട് തപ്പ് ഒരിക്കലും ആക്കുക തീര. യാര ഹൈറാത്ത് ആക്കിയിട്ട് അള്ളാഹുടെ മുട്ട അടുക്കുകയാണ് ഞങ്ങൾ ശ്രമിക്കണായ. ഭൗതികമായ സുഖത്തില് ആഡംബരത്തിൽ മതിമറന്നിട്ട് ഇസ്രാഫാക്കടെ, ദൂർത്തരിക്കടെ, പൈസ വെറുതെ വേസ്റ്റ് ആക്കടെ, ചെലവാക്കടെ, ആഡംബരത്തിൽ ജീവിക്കടെ, ദുനിയാവുടെ മേലിൽ ചെമ്മ പിരിസാക്കിയിട്ട് ആഖിറത്തെ മറക്കടങ്കെത്തൊരു ദുരവസ്ഥ ഒരിക്കലും ഞങ്ങൾക്ക് ഇക്കുക തീരാണ്ടാണ് ചൊന്നുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഏറ്റവും ശ്രദ്ധേയമായ ഹദീസ് ലൻ യശ്ബഅൽ മുഅ്മിനു മിൻ ഖൈരിൻ ഹത്താ യകൂന മുൻതഹാഹു അൽ ജന്ന. സ്വർഗത്ത് എത്രത്തോളം നല്ല കാര്യമേ ആക്കിക്കൊണ്ടിരിക്കണു മുഅ്മിനായ ആൾ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുവാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പടിപ്പാട്ടി തന്നുകൊണ്ടുള്ളേ. അതുകൊണ്ട് റമദാനിൽ ഞങ്ങൾ നേടിയെടുത്തെങ്കെത്ത തഖ്വ, റമദാനിൽ ഞങ്ങൾക്ക് കിട്ടിയെങ്കെത്ത അള്ളാഹുടെ പേടിയും ഇതെല്ല ഒരിക്കലും റമദാനിಗೆ ಮಾತ್ರ ಸೀಮಿತ ಆಗುತ್ತೀರ. റമദാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങ എന്തുമല്ലാത്തൊരവസ്ഥ ആവുകത്തീര. പരിശുദ്ധ ഖുർആൻ ഇത് ഞങ്ങൾക്ക് ചൊന്തന്നുകൊണ്ടുണ്ട്. വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ നഹ്ൽ അല്ലാഹു ചൊന്നുകൊണ്ടുള്ള നിങ്ങ ഒരു പെണ്ണിനെ പോലെ ആവുകത്തീര. അവൾ എന്താക്കിയാലും ചൊന്നെങ്കിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തലെങ്കത്തെ ഒരു പെണ്ണിന്റെ ചരിത്രം ഒരു അഹ്മക്കായ മാ അഹ്മക്ക ഹാദിഹിന്റെ ആരും കേട്ടുപോവാർ. എന്തൊരു വിഡ്ഢിയായ പെണ്ണ്. ഈ പെണ്ണിന് ഭാഷയില്ലേ, ബുദ്ധിയില്ലാത്ത അമലുമല്ല അഖലലഹു, ബുദ്ധിയില്ലാത്ത ആൾമാരെ സ്വറാൻ ഈ പെണ്ണാക്കിക്കൊണ്ടിന്നെ. ആ പെണ്ണിനെ പറ്റി സൂറത്തുൽ നഹ്ൽ അല്ലാഹു പരിചയപ്പെടുത്തിയ 92ನೇ ആയത്തിൽ വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നിങ്ങൾ ഒരു പെണ്ണിനെ പോലെ ആവുകത്തീര. അവള് മുടിലെല്ലാം കൊണ്ടുപോയിട്ട് സൂഫ് അതിലെ കൊണ്ടുപോയിട്ട് അവളുടെ ചുറ്റുഭാഗത്തുള്ള പെണ്ണിങ്ങെല്ലാം കൊടുത്താല് അങ്ങ് അതിലെ നെഞ്ഞാറ് ചന്ത നൂലാക്കിയാറ്. അതിലെ പോലെ എടുത്ത വന്നിട്ട് സുറൂത്ത് എന്താക്കിയാല് അതിലെ പീസ് ആക്കിയിട്ട് പിറകു നെയ്യൊക്കെ എന്താക്കിയാൽ കൊടുത്താല് അങ്ങനത്തെ പെണ്ണിടെ പോലെ നിങ്ങൾ ആവുകത്തീറ. മക്കത്തിന്നൊരു പെണ്ണാണ്. ഇമാം റാസി അടക്കമുള്ള എല്ലാ തഫ്സീർ ഇമാമിയും അത് വിശദീകരിക്കുക. മക്കത്തിന്നൊരു പെണ്ണ് ഹർക്കാവിന് ചൊന്നിട്ടാണ് അവളെ പേരുണ്ട് ചൊല്ലു. അതുപോലെ റായിത്താന്റെ പേരുണ്ട്, റൈത്ത അങ്ങനെയും പേര് ചെന്നുള്ള റൈത്ത ബിൻത് അംർ ബിൻ കഅബ് ചൊല്ലെങ്കത്തെ പെണ്ണ്. അവൾ വസ്വാസിന്തിണ്ടാണ്. വക്കാനത്ത് ബിഹ വസ്വാസ ജയിറാനാൻ ചൊന്നിട്ടാണ് അവൾക്ക് സ്ഥാനപ്പേരിന്. അപ്പൊ അങ്ങനത്തെ പെണ്ണ് അവൾ എന്തരാക്കളെന്ന് ചൊന്നെങ്കിൽ അവൾക്ക് ചെമ്മ സ്പെൻഡിങ് എന്നാറ്. അവളുടെ ചുറ്റുഭാഗത്തല്ല അങ്കെല്ലാം അവൾ മുടി സൂഫ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാറ്. അതിലെ നെയ്യൊന്നും ചൊന്നുകൊണ്ടിരുന്നാറ്, നൂലാക്കണുണ്ട്. അങ്ങനെല്ലാം സുബൈൽ വെച്ച് തോൾ സ്ഥലത്ത് നൂലാക്കി വന്നാറ്. അതിലെ ഓൾ ഔത്ത് കൊളന്നിട്ട് എന്താക്കണെന്ന് പിറക് അതിലെ ഇങ്ങനെ പീസാക്കി കട്ടാക്കിയിട്ട് പിറക് നെയ്യൊക്കെ എന്താ അവിടെ ഭർത്താവിടും. ഇങ്ങനത്തെ സ്വറ നിങ്ങൾ ആക്കണ്ട. ആക്കിയ സ്വരത്തെ എന്തു അല്ലാത്ത പോലെ ആക്കടെ, സീറോ ആക്കടെങ്കത്തൊരു അവസ്ഥ നിങ്ങളൊട്ടിಗೆ ഉണ്ടാവുകത്തീരാണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചൊന്നുകൊണ്ടുള്ളേ. അപ്പൊ റമദാനിൽ ഇത്രയും നല്ല സൽക്കർമ്മ ആക്കിയിട്ട് വിബാദത്താക്കിയിട്ട് റമദാൻ തീരലോടുകൂടെ പെരുന്നാളിലണ്ടേ അതിലെ ಎಲ್ಲ തന്നിലാക്കടെങ്കത്തൊരു ദുരവസ്ഥ നിങ്ങൾക്ക് ಬರ್ನುಗುತ್ತೀರಾ. മക്കത്തിലിന്നെങ്കത്തെ ഈ അഹ്മക്കായ പെണ്ണിടെ പോലെ നിങ്ങൾ ആവുകത്തീരാണ്ട് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഖുർആൻ ചൊന്നുകൊണ്ടുണ്ട്. ആ പെണ്ണിനെ പറ്റി പിന്നെയും കിതാബിൽ നിങ്ങൾക്ക് ഇമാമിങ് ചെന്നാറ് അവൾക്ക് ജുനൂൻ നിന്നിട്ടാണ്, പിരാന്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് ദ്വാർക്ക് ചെന്നാണ് എന്റെ പിരാന്ത് ഒന്ന് പോണു. അപ്പൊ നബി തങ്ങൾ ചൊന്ന് ഇൻഷീത്ത ദഅവത്തു, നീ ഉദ്ദേശിക്കുന്ന ആ ദ്വാരക്കടെ ഫാഫാക്കല്ലാ, അള്ളാഹു നീ കാഫിയത്ത് തണ്ട. അതേ സമയത്ത് വൈൻഷീത്തി ദഅവത്തു ഫാഫാക്കില്ല, വൈൻഷീത്തി സ്വബർത്തി, നീ ഉദ്ദേശിക്കണമെങ്കിൽ നീ ക്ഷമിക്കണം. വഹ്തസബ്തി, അള്ളാഹുലൊട്ടിയ കൂലി ആഗ്രഹിക്കണം. വലക്കിൽ ജന്ന, നിക്ക് അള്ളാഹു സ്വർഗ തണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പ ഈ പെണ്ണ് അപ്പങ്ങ നബിയെ ನಾನು ക്ഷമിക്കಡೆ നക്ക് സ്വർഗമയ്യിന്ന് ചൊന്തുണ്ടും ഇമാമിങ് കിതാബിൽ വടിപാട്ട. അപ്പൊ ഏതായാലും മിക്കട്ടെ ആ പെണ്ണ് എടുത്തോണ്ടിന്നങ്കത്തെ ഈ സ്വറ അതൊരിക്കലും ബുദ്ധിയുള്ള ആൾമാർ ആക്കടെ സ്വറ അല്ലാണ്ടാണ് ഖുർആൻ ചൊല്ലെ. അതുകൊണ്ട് വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ, നിങ്ങൾ ആ പെണ്ണിടെ പോലെ ആവുകത്തീറ. ഖുർആൻ പഠിച്ചിട്ട് മറക്കടെങ്കത്തെ ആൾമാർക്കും ഇത് ബാധിക്കരുത്. ഖുർആൻ കഷ്ടപ്പെട്ടിട്ട് പഠിക്കടാറ്, പഠിച്ചിട്ട് ലാസ്റ്റ് അതിൽ ഓരോ നിങ്ങളെ മറന്നുകൊണ്ട് പോണ്ടേ. അങ്ങനത്തെ ദുരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകത്തീറാണ്ട് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിലൂടെ നിങ്ങൾക്ക് പഠിപ്പാട്ട്. അതുകൊണ്ട് ചെമ്മ സൽക്കർമാക്കി ലാസ്റ്റ് ഒന്നും ലാഭമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ഖുർആൻ ചൊന്നില്ല ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എത്രമ കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുക, സുബൈഡ് വിളിച്ച് മൊയ്തോളെ പണിയെടുക്കുക, ലാസ്റ്റ് എന്തും ഇല്ല, പ്രതിഫലമേ ഇല്ല, സീറോ ആവണമെങ്കിൽ ഒരു ദുരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ലോസ് അല്ലേ ഇത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് സൽക്കർമെല്ലാം ആക്കിയാറ്
അത് ഒരു സീസൺ മാത്രം. അത് കഴിഞ്ഞ ഉടനെ അതിലെല്ലാം തന്നിലാക്കിയാറ്. ആമിലത്തുൻ നാസിബ, ഇത്രമാ പ്രയാസപ്പെട്ടിട്ട് പണിയെടുക്കിട്ട് ലാസ്റ്റ് നോക്കുമ്പോ തസ്ല നാറൻ ഹാമിയ, ചൂടുള്ള നരകത്ത് ആ മനുഷ്യന്മാരെ കടക്കിടാറും ചെന്നിട്ടു. ഖുർആൻ പരിചയപ്പെടുത്തിയ എനിക്കത്തെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും പെട്ടുപോണു കുത്തിയ നങ്ക ആക്കിയ സൽക്കർമ്മ അത് ലാഭത്തിലാവണു, അത് ഞങ്ങൾക്ക് ഫലത്ത് കിട്ടണു. നാളെ ആഖിറത്തിൽ അള്ളാഹുടെ മുന്നിൽ എത്തുമ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആക്കിയ ഒരു സൽക്കർമ്മം എന്റെ മുന്നിൽ കണ്ടോണ്ടില്ല, ഒന്നാ ഞാൻ മനുഷ്യന്മാർക്ക് വേനായിട്ട് ആക്കിയത്, അല്ലെങ്കിൽ ആക്കിയതിരെ പിന്നെ അതിരാട്ടി ഇരട്ടി മോശപ്പെട്ട കാര്യം ആക്കിയിട്ട് അതിനെ ഞാൻ ദുർബലപ്പെടുത്തില്ല. ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാവുകത്തീര. അതുകൊണ്ട് റമദാൻ തീന ഉടനെ ഞങ്ങ ബദലാവുകത്തീര. റമദാൻ നിന്നെങ്കെത്ത തക്കോ എപ്പോഴും നിലനിപ്പാട്ടണു, അതിരെ യാറ ആക്കു ശ്രമിക്കണു. ഞങ്ങളെ ജീവിതത്തെ അവസാനത്തെ റമദാൻ ചിലപ്പോൾ ആയിട്ടിക്കൊണ്ടുള്ളെങ്കത്തെ ബോധ ഞങ്ങൾക്ക് വേണു. ഞങ്ങൾക്ക് എപ്പോഴും ജീവിതം ഫുള്ള് റമദാൻ ആവണം, എപ്പോഴും ഞങ്ങ നല്ല ആൽമാറാവണം, സാലിഹീങ് ആവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.